മുസ്ലിം ലീഗിന്റെ നേതൃസമിതി യോഗം ഇന്ന് പാണക്കാട് ചേരും. യുഡിഎഫിലെ ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ യോഗത്തിൽ ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റി. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പ്രഖ്യാപനം നീട്ടിയതെന്നാണ് വിവരം. മുൻപ് നിശ്ചയിച്ച പ്രകാരം ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. ലോക്സഭാ സ്ഥാനാർത്ഥികളോടൊപ്പം 3-ാം സീറ്റിന് പകരം ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ കൂടെ പ്രഖ്യാപിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ലീഗ് തീരുമാനം നാളത്തേക്ക് മാറ്റിയത്. പ്രഖ്യാപനം മാറ്റാനായി കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം. ലീഗിന് കൊടുക്കുന്ന രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിൽ ധാരണയാവാത്തതാണ് കാരണമെന്നാണ് സൂചന. നീതിപൂർവമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ലീഗ് നീക്കം. ഈ പശ്ചാത്തലത്തിലാണ് പാണക്കാട്ട് ഇന്ന് ലീഗ് നേതാക്കൾ അനൗപചാരിക യോഗം ചേരുന്നത്. ലോക്സഭയിലേക്കുള്ള 3-ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനം നേതാക്കൾ ചർച്ച ചെയ്യും. ലോക്സഭാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചയും ഈ യോഗത്തിൽ നടക്കും. നിലവിലെ ലോക്സഭാ സിറ്റിംഗ് എംപിമാരിൽ ആരെയെങ്കിലും രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് ലോക്സഭയിലേക്ക് യുവ നേതൃത്വത്തെ പരിഗണിക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യ അഭിപ്രായം ഉയർന്നത്. എന്നാൽ രാജ്യസഭയിലേക്ക് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ അയക്കാനാണ് സാധ്യത. പിന്തുണയുമായി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയതോടെയാണ് സലാമിനെ നറുക്കുവീണത്. യൂത്ത് ലീഗും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതായിരിക്കും. മലപ്പുറം പൊന്നാനി സീറ്റുകൾ വെച്ചുമാറണമെന്ന ET മുഹമ്മദ് ബഷീറിന്റെ ആവശ്യവും ഇന്ന് ചർച്ചയാകും. റിപ്പോർട്ടർ, തിരൂർ.